അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് വന്നു. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷം പകരുന്ന ഒരു പ്രകടനം തന്നെ ഇന്ത്യ മുന്നണിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതിൽ അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. ഇന്നലെ റിസൾട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ സീറ്റ് നേടാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് 20 സീറ്റുകളിൽ 18 സീറ്റുകളും ഇന്ത്യ മുന്നണി നേടിക്കഴിഞ്ഞു. അതിലും അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. പിന്നെ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് BJPക്ക് NDAക്ക് തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ഒരു അക്കൗണ്ട് തുറന്നു. തൃശ്ശൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം പ്രചരണ വേളയിലോ അല്ലെങ്കിൽ ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് സാധാരണ ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ കലർത്തുന്നത് പോലെയുള്ള ഒരു വർഗീയ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. നമുക്കറിയാം, ആ പ്രചരണ സമയത്ത് തന്നെ വയനാട് പെട്ട ഒരു മണ്ഡലത്തിന്റെ ഒരു നാടിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പേരിൽ പോലും ഒരു അറബ് വാക്ക് വന്നിട്ട് അത് മാറ്റണം, അതിൽ പോലും ഒരു മതം കലർത്തിക്കൊണ്ട് അതെങ്ങനെങ്കിലും വോട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മണ്ടൻ സംസാരങ്ങള് അവിടെ മത്സരിച്ച ഒരു കാര്യപ്പെട്ട ഒരു പാർട്ടിയുടെ വളരെയധികം തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് പോലും ഇത്തരം വർഗീയ പരാമർശങ്ങൾ ഉണ്ടാവുകയും ആ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് ആ പാർട്ടിയിൽപ്പെട്ട മറ്റു പലരും അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ വളരെയധികം അവരോട് സഹതാപമാണെന്ന് എനിക്ക് തോന്നിയത്, വ്യക്തിപരമായിട്ട് അതിനോട് തോന്നിയത്. അപ്പോ ഇത്തരം രൂപത്തിലുള്ള ഒരു വർഗീയ പരാമർശങ്ങളോ ഒന്നും തന്നെ അവിടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നതിൽ നമുക്കൊന്ന് ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. തുടർന്നും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അല്ലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നോ വാക്കുകളിൽ നിന്നോ ഇത്തരം വർഗീയമായിട്ടുള്ള ചേരി തിരിച്ചുകൊണ്ടുള്ള സംസാരങ്ങള് ഒരിക്കലും ഉണ്ടാകരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയൊട്ടാകെ വന്ന ഈ റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ സാധിച്ചു. ഇന്ത്യയിലെ പൗരന്മാരെന്ന് പറയുന്നത് വെറും പൊട്ടന്മാരല്ല, വിഡ്ഢികളല്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ള വോട്ടുകൾ പരമാവധി അതുവഴി ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. വോട്ട് ചെയ്യുന്ന ആളുകൾ മണ്ടന്മാരല്ല, അവർ ബുദ്ധിയില്ലാത്തവരും ഊളകളല്ല എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടാകണം. കേരളത്തിന് ഈ രൂപത്തില് ഫൈൻ അടപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ പുറത്തേക്കിറങ്ങിയാൽ ഏതൊക്കെ രൂപത്തിൽ പിഴിയാൻ പറ്റുമോ ആ രൂപത്തിലുള്ള മുഴുവൻ പിഴിച്ചലുകളും നടത്തിയിട്ട് കേരളത്തെ ഈ രൂപത്തില് അധോഗതിയിലാക്കിയ സർക്കാരിനെ ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട ചുട്ട മറുപടി ഈ വോട്ടിലൂടെ ജനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കേരളത്തിന്റെ കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാവുന്നതാണ്. അപ്പോ ജനങ്ങളെ ഉപദ്രവിക്കുന്ന, അതിലുപരിയായിട്ട് അവർ കൊണ്ടു നടക്കുന്ന വിശ്വാസത്തെ വർഗീയമായി കണ്ടുകൊണ്ട് മതപരമായിട്ട് ഇവിടെ വേർതിരിച്ചുകൊണ്ട് വർഗീയ പരാമർശം നടത്തിയിട്ട് ഞങ്ങൾക്ക് ജയിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും കേരളത്തിലോ ഇന്ത്യയിലോ ഒരു പാർട്ടിക്കും ഉണ്ടാകുന്നത് നല്ലതല്ല. വിശ്വാസികൾ അവരെ വഴിക്ക് വിടുക, അവരവരുടെ വിശ്വാസവും കാര്യങ്ങളും കൊണ്ട് നടക്കട്ടെ. ഒരിക്കലും അവരുടെ മേലെ കുതിര കയറാനോ അവര് ചെയ്തു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കളിയാക്കാനോ അത് തമ്മിലടിപ്പിച്ചുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടി ഞങ്ങൾക്ക് ജയിച്ചു പോകാമെന്നുള്ളൊരു വിചാരമോ ഇവിടെ ആർക്കും ഉണ്ടാകരുത്. അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും. ജനങ്ങൾ പ്രതികരിക്കുന്നത്, സാധാരണക്കാരായ ജനങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ട്. പഴയ കാലം പോലെയല്ല, ഈ ജനങ്ങൾ പ്രതികരിക്കുന്നത് വോട്ടിലൂടെയാണ് എന്ന് ജനപ്രതിനിധികളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള സീറ്റ് പോലും നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.